നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഇറാന്റെ ദേശീയ പതാക പുതപ്പിച്ച ഖമനേയിയുടെ മൃതദേഹമടങ്ങിയ പെട്ടി വൻ ജനക്കൂട്ടത്തിന് നടുവിലൂടെ പള്ളിയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട്. വിലാപ ചടങ്ങുകളിൽ പങ്കാളികളാകാനും തങ്ങളുടെ പ്രിയ നേതാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനുമായി വൻ ജനസഞ്ചയം തന്നെയാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. അതുതന്നെയാണ് അവർക്ക് വേണ്ടിയതും. എന്തായാലും ഇസ്രായേൽ കൊന്നു തള്ളിയ ഖമനേയിയുടെ മൃതശരീരവുമായി ആണ് ആ വിലാപയാത്ര നടത്തുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ നിരവധി ചടങ്ങുകളോടുകൂടിയായിരിക്കും ഭൗതിക ശരീരം സംസ്കരിക്കുന്നത്. ഫെബ്രുവരി 28-ന് ഇറാനിൽ US-ഇസ്രായേൽ സഖ്യം നടത്തിയ വ്യോമാക്രമണത്തിന്റെ ആദ്യ ദിനത്തിലാണ് 86-കാരനായ അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടത്. നീണ്ട 36 വർഷക്കാലം ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ഖമനേയിയുടെ ഔദ്യോഗിക സംസ്കാര ചടങ്ങുകൾ ജൂലൈ 4-ന് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലാണ് ആരംഭിക്കുന്നത്. അല്പസമയം മുൻപ് ടെഹ്റാനിലെ ആരംഭിച്ചു കഴിഞ്ഞു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. തുടർന്ന് ജൂലൈ 9-നാണ് ഖമനേയിയുടെ ജന്മനാടും വടക്കുകിഴക്കൻ ഇറാനിലെ പുണ്യനഗരവുമായ മഷാദിൽ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്നതോടെ ചടങ്ങുകൾ സമാപിക്കുന്നത്. ലോകരാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അയൽരാജ്യമായ ഇറാഖ് ഉൾപ്പെടെ 5 നഗരങ്ങളിലായി 6 ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ ചടങ്ങുകളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വരുന്ന ശനിയാഴ്ച ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ല പ്രാർത്ഥനാ സമുച്ചയത്തിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കുന്നതോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് തിങ്കളാഴ്ച ടെഹ്റാൻ നഗരവീഥികളിലൂടെ വിലാപയാത്ര നടക്കും. ജൂലൈ 7-ന് പുണ്യനഗരമായ കോമിലേക്ക് കൊണ്ടുപോകുന്ന ഭൗതിക ശരീരം അവിടെയുള്ള ചടങ്ങുകൾക്ക് ശേഷം ഇറാഖിലെ നജാഫ്, അർബല എന്നീ നഗരങ്ങളിലെ ചടങ്ങുകൾക്കായും എത്തിക്കും. അതിനുശേഷം ജൂലൈ 9-ന് ഇറാന്റെ വടക്കു കിഴക്കൻ നഗരമായ മഷാദിൽ ഖമനേയിയുടെ ജന്മനാട്ടിൽ ഭൗതിക ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും. അതേസമയം അയത്തുള്ള ഖമനേയിയുടെ മകനും നിലവിലെ പരമോന്നത നേതാവുമായ മുജ്തബ ഖമനേയി ചടങ്ങുകളിൽ പങ്കെടുക്കില്ലെന്നാണ് റിപ്പോർട്ട്. സുരക്ഷാ കാരണങ്ങളാൽ സ്വന്തം പിതാവിന്റെ ശവസംസ്കാര ചടങ്ങുകളിൽ നിന്ന് മുജ്തബ വിട്ടുനിൽക്കുകയാണ്. ഇറാന്റെ മുൻ പരമാധികാരിയായ അയത്തുള്ള അലി ഖമനേയിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്ന ചടങ്ങുകളിൽ ആണ് മകൻ മുജ്തബ പങ്കെടുക്കില്ലെന്ന് വ്യക്തമാക്കിയത്. അപ്പോൾ ഉയരുന്ന ചോദ്യം മുജ്തബ ജീവനോടെ ഉണ്ടോ എന്നുള്ളതാണ്. ഇത്രയും വിപുലമായി, ഇത്രയും ദൈവീകമായി, ഇത്രയും മതപരമായ ചടങ്ങുകളോടുകൂടി തന്റെ അച്ഛന്റെ മൃതശരീരം സംസ്കാരം ചെയ്യുമ്പോൾ അവിടെ നിന്ന് മകൻ വിട്ടു നിൽക്കണമെങ്കിൽ മകൻ ജീവനോടെ ഇല്ലായിരിക്കും എന്നാണ് പലരും പറയുന്നത്. പക്ഷെ അപ്പോഴും മൊസാദ് വലിയ പ്ലാനുകൾ നടത്തുന്നുണ്ട് എന്നുകൂടി കേൾക്കുന്നു. ജൂലൈ 4 ഇറാൻ തിരഞ്ഞെടുത്തതിന് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. അതേ ജൂലൈ 4 അമേരിക്കയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസം നടക്കാനിരിക്കുന്ന ഈ ശവസംസ്കാര ചടങ്ങുകളിൽ അത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ മൊസാദ് എന്തോ വലിയ കാര്യമായി പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും അയത്തുള്ള അലി ഖമനേയിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്ന ചടങ്ങുകളിലാണ് മകൻ മുജ്തബ പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കിയത്. ഇന്ത്യയിലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പ്രതിനിധിയാണ് ഇക്കാര്യം അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയോട് പറഞ്ഞത്. ഇസ്രയേലിൽ നിന്നുള്ള വധഭീഷണിയും അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളുമാണ് മുജ്തബയെ ചടങ്ങിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള പ്രധാന കാരണം. മുജ്തബ പ്രത്യക്ഷപ്പെട്ടാൽ മൊസാദ് ലക്ഷ്യമിടുമെന്ന് ഭയമാണ് ഇതിന് പിന്നിൽ. ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്ന പൊതുചടങ്ങിൽ മുജ്തബ പ്രത്യക്ഷപ്പെടുന്നത് അതീവ അപകടകരമാണെന്ന് അയത്തുള്ള ഹക്കീം ഇലാഹി വ്യക്തമാക്കി. കഴിഞ്ഞ 36 വർഷത്തോളമായി ഇറാന്റെ വക്താവായിരുന്ന അലി ഖമനേയി കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് കൊല്ലപ്പെടുന്നത്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ ബോംബാക്രമണം ആരംഭിച്ച അതേ ദിവസം തന്നെയാണ് ഖമനേയിയുടെ അന്ത്യവും സംഭവിച്ചത്. ഇതോടെയാണ് മിഡിൽ ഈസ്റ്റിൽ വൻ യുദ്ധത്തിന് തിരികൊളുത്തിയത്. സാധാരണയായി ഇസ്ലാമിക ആചാരപ്രകാരം മൃതദേഹം 24 മണിക്കൂറിനുള്ളിൽ അടക്കം ചെയ്യണമെന്നാണ് നിയമം. എന്നാൽ രാജ്യത്ത് നിലനിൽക്കുന്ന അടിയന്തര യുദ്ധ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾ നീണ്ടുപോകുന്നതായിരുന്നു. ജൂലൈ 4 മുതൽ ടെഹ്റാനിൽ ആരംഭിക്കുന്ന വിലാപയാത്രകളും ചടങ്ങുകളും ജൂലൈ 9-ന് അദ്ദേഹത്തിന്റെ ജന്മനാടായ മജാദിൽ അടക്കം ചെയ്യുന്നതോടുകൂടിയാണ് അവസാനിക്കുന്നത്. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളിൽ ദശലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവിൽ ഇറങ്ങുമെന്നാണ് ഇറാൻ പ്രതീക്ഷിക്കുന്നത്. അനിശ്ചിതത്വങ്ങൾക്ക് വിരാമം വിട്ട് കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിക്ക് അന്ത്യയാത്ര നൽകാൻ ഇറാൻ ഒരുങ്ങുകയാണ്. ഫെബ്രുവരി 28-നായിരുന്നു ഈ ഇറാനെ നടുക്കിക്കൊണ്ടുള്ള ആ വാർത്ത പുറത്തു വന്നത്. എന്തായാലും വലിയ പൊതുസംസ്കാര ചടങ്ങുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ആശങ്കകളെ കുറിച്ചാണ് സംസ്കാരം ഇത്രയും ദിവസം നീണ്ടുപോയത്.
ഇസ്രായേൽ US ആക്രമണങ്ങളുടെ ഭീഷണിയും ബഹുജന ഒത്തുചേരലുകളിൽ സംഘർഷ സാധ്യതയുമാണ് തീരുമാനം വൈകാൻ പ്രധാന കാരണമായതെന്നാണ് റിപ്പോർട്ടുകൾ. പ്രതീക്ഷിക്കുന്നത് വൻ ജനസഞ്ചയമാണ്. 1989 മുതൽ പരമോന്നത നേതാവ് അയത്തുള്ള റൂഹുല്ല മുസവി ഖുമനേയുടെ സംസ്കാര ചടങ്ങിൽ ദശലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത്. അന്ന് ചടങ്ങിനിടെ ആൾക്കൂട്ട നിയന്ത്രണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് സംഘർഷ സാഹചര്യവും രൂപപ്പെട്ടിരുന്നു. ഇത്തവണ അത്തരം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇറാൻ ഒരുക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാനിലെ പതിവ് സംസ്കാര രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്രയും കാലം ചടങ്ങുകളിൽ നീട്ടിവെച്ചതും ശ്രദ്ധേയമാണ്. എന്തുകൊണ്ട് ജൂലൈ 4? ജൂലൈ 4 അമേരിക്കയ്ക്കും ചരിത്ര പ്രാധാന്യമുള്ള ദിനമാണ്. 1976 ജൂലൈ 4 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന്റെ 250-ാം വാർഷികമാണ് ഇത്തവണ US സെമിക്വൻസെന്റേനിയൽ എന്ന പേരിൽ ആചരിക്കുന്നത്. അതേ ദിവസം തന്നെ ഖമനേയുടെ സംസ്കാര ചടങ്ങ് നടത്തുവാനുള്ള തീരുമാനം രാഷ്ട്രീയ സന്ദേശം കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ആ വിലയിരുത്തൽപ്പെടലുകൾ അത് വളരെ നിർണായകമാണ്. നിലവിലെ സാഹചര്യത്തിൽ അയത്തുള്ള ഖമനേയുടെ മകൻ എത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത്. മകൻ എത്തുകയാണെങ്കിൽ തീർച്ചയായും മൊസാദ് നീക്കം നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.